ഓക്കെ, ഓക്കെ, ഇതിൻ്റെ റെക്കോർഡ് OBS ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ തുടങ്ങിയുള്ള നമ്മുടെ ക്ലാസ് റെക്കോർഡിങ് ഗ്രൂപ്പിലിട്ടേക്കാം. റെക്കോർഡിങ് ജസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നതാണ്, പക്ഷെ അത് റെക്കോർഡിങ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ ഇൻകം സ്കില്ല് ഫോറക്സ് എന്ന് പറയുന്നത്, ഈ ഒരു ഹൈ ഇൻകം സ്കില്ല് മാത്രം നിങ്ങൾ പഠിച്ച് നിങ്ങൾ ആ സ്കില്ല് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസോ കോണ്ടാക്ട്സോ വിധിയോ ഭാഗ്യമോ ഒന്നും ഇതിലില്ല. നിങ്ങൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നേരിട്ട് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്കില്ലാണത്. ഇപ്പോൾ ഈ കോഡിങ്ങും ബാക്കിയുള്ള ഫിലിം എഡിറ്റിങ് അതുപോലുള്ള ഹൈ ഇൻകം സ്കില്ലുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലക്കിൻ്റെ ഫാക്ടർ ഉണ്ട് അല്ലേ. പല ആൾക്കാരും കഴിവുണ്ടായിട്ട് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ പറ്റാതെ പോകുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ല് നിങ്ങൾക്ക് റെഡി ആയാൽ അടുത്ത മാസം തുടങ്ങി അത് പൈസയായിട്ട് കൺവേർട്ട് ആവും എന്നുള്ളതാണ്. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, തിയറി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആ സ്കില്ല് ഡെവലപ്പ് ആവണം. സ്കില്ല് ഡെവലപ്പ് ആയാൽ അത് നേരെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്കില്ലാണ് ഫോറക്സ് ട്രേഡിങ്. ഓക്കെ, അപ്പോൾ പ്രോഫേംസ്. പിന്നെ നമ്മളിപ്പോൾ കണ്ടത് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ്. ഇനിയും ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാൻ തോറും നമ്മൾ മനസ്സിലാക്കും അല്ലേ. അപ്പോൾ നമ്മൾ വളരെ ബ്രീഫായിട്ട് ഇത് വരെ കണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തൊക്കെയായിരുന്നു ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന അഡ്വാൻറ്റേജസ് ആയിരിക്കാം ഇപ്പോൾ നമ്മൾ കണ്ടേക്കണത് കുറേയൊക്കെ അല്ലേ. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ കണ്ട അഡ്വാൻറ്റേജസ്? ആരെങ്കിലും പറയാമോ? നിങ്ങൾക്ക് ഇതിലേറ്റവും കൊള്ളാം എന്ന് തോന്നിയ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ് ഫോറക്സിൻ്റെ? ലിവറേജ് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക്കലി 24 hours ടൈം ഫ്ലെക്സിബിലിറ്റി അല്ലേ. ഏത് ജോലിക്കൊപ്പവും ഈ ഒരു ട്രേഡിങ് കൊണ്ടു നടക്കാം എന്നുള്ളതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. 2, ബിഗ്ഗർ മാർക്കറ്റ്. യെസ്, ബിഗ്ഗർ മാർക്കറ്റ് ആയാൽ എന്താണ് ഗുണം? 1 ലക്ഷത്തിന് ചെയ്യണം അതേ സ്കില്ല് വെച്ച് നമുക്ക് 1 കോടിക്കും ചെയ്യാം എന്നുള്ളതാണ്. 3, ലിവറേജ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ജോയൽ എന്തായാലും പറയാം. ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചെറിയ പൈസ വെച്ച് വലിയ ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമുക്ക് $1000 വെച്ചിട്ട് $10,000 കറൻസി നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. $1,00,000 കറൻസി നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നഷ്ടം വരുത്തിയാൽ നമുക്ക് തന്നെ നമ്മുടെ ക്യാപിറ്റൽ തന്നെയാണ് നഷ്ടം വരുന്നത്. ലാഭം വരുത്തിയാൽ നമ്മുടെ ക്യാപിറ്റൽ തന്നെ പെട്ടെന്ന് ഗ്രോ ചെയ്യും. ഇത്രേ ഉള്ളൂ ലിവറേജ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രേഡിൻ്റെ ഇമ്പാക്റ്റ് കൂട്ടുക എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതുപോലെ തന്നെ ഇമ്പാക്റ്റ് കൂടും. അപ്പം നമ്മൾ ആ ഒരു കാറിൻ്റെ സ്പീഡ് കൂട്ടുന്ന പോലെ നമുക്കതിനെ നിർണ്ണയിക്കാം അല്ലേ. ഇപ്പോൾ സാധാരണ കാറുകളിൽ നിന്ന് സ്പോർട്സ് കാറിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. സാധാരണ കാറ് 100-150 km/h പോവുകയാണെങ്കിൽ സ്പോർട്സ് കാർ എത്രയായിരിക്കും? അതിൻ്റെ ഇരട്ടി പവറിൽ 300-400 സ്പീഡിൽ പോവുമായിരിക്കും. അപ്പോൾ അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. ലിക്വിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. ലിക്വിഡിറ്റി നമ്മൾ ഇന്നലെ കാര്യമായിട്ട് പറഞ്ഞത് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഗുണം എന്താണ്? നമുക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്താമെന്നുള്ളൊരു ഗുണമുണ്ട്. ദോഷം എന്താണ്? സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അതുകൊണ്ട് നല്ല സ്പോർട്ടി കാറുകൾ വാങ്ങിച്ചാലും അവർ നമ്മുടെ സാധാരണ കാർ ഓടിക്കുന്ന സ്പീഡിൽ തന്നെയല്ലേ ഓടിക്കണേ. പക്ഷെ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ അതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടി വളരെ ഹെൽപ്ഫുൾ ആവില്ലേ അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഓടിക്കുന്നതും അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ബൈക്ക് എടുത്ത് ഓടിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ആ റിസ്കുകൾ മനസ്സിലാക്കിയിട്ട് ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എപ്പോഴും അത് ഗുണം തന്നെയാണ് ചെയ്യാറുള്ളൂ. പിന്നെന്താണ്? അപ്പോൾ ഈ ലിവറേജിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മറ്റൊരു ഭാഷയിൽ പറയാം. മിനിമം ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. കുറച്ച് ക്യാപിറ്റൽ, അപ്പോൾ കൂടുതൽ പൈസയ്ക്ക് ട്രേഡ് ചെയ്യാന്നുള്ളതായിട്ട് നമ്മൾ കാണരുത് ലിവറേജിനെ. നമുക്ക് ചെറിയ പൈസ കൊണ്ട് കച്ചവടം തുടങ്ങാം. അതുപോലെ ഒരു സാഹചര്യമാണ് ഫോറക്സിലുള്ളത്. പിന്നെന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ലാസ്റ്റ് കണ്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ആരെങ്കിലും? മിനിമം ക്യാപിറ്റൽ എത്ര? മിനിമം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡൻ്റ് ആണ്. ഫണ്ടഡ് അക്കൗണ്ട്. യെസ്, ജവാദ്. അതായത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥല കച്ചവടം വണ്ടി കച്ചവടം പോലെ
അതൊരു കുറവാവില്ല ഫോറക്സിൽ ഒരു പരിധി വരെ, അല്ലേ? അപ്പോൾ നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള കമ്പനികളുണ്ട് വേൾഡിൽ. അവരുടെ ഫണ്ട് യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം. അവർ ചുമ്മാ ഫണ്ട് എടുത്ത് തരികയല്ല, നമ്മളത് അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണം. വെർച്വൽ അക്കൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ ആദ്യം ട്രേഡ് ചെയ്ത് കാണിക്കണം. നമുക്ക് അതിനുള്ള സ്കില്ലുണ്ടെന്ന് കാണിച്ചാൽ നമുക്ക് അവർ പൈസ തരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മൾ ലിക്വിഡിറ്റി, അല്ലേ? ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിക്വിഡിറ്റി എന്താണെന്നുള്ളത്. ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇത്ര കാണാം. അതായത് നമുക്കിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവുന്നുണ്ടെന്ന് വിചാരിച്ച്, പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് 1 കോടിക്കോ 10 കോടിക്കോ ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വണ്ടി കച്ചവടം, അല്ലേ? വണ്ടി കച്ചവടത്തിൻ്റെ എക്സാമ്പിൾ നമ്മളെന്ന് പറഞ്ഞത്, നിങ്ങളിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 വീലർ എടുത്തിട്ട് അതുമ്പോൾ ചിലപ്പോൾ 10,000-15,000 രൂപ, അതായത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 10-15% ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, അല്ലെ? നല്ല ചുളിവിൽ ഒരു വണ്ടി കിട്ടണത് നോക്കി നടന്ന് അത് നല്ല അത്യാവശ്യക്കാരനെ കൊണ്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യത്തിന് ഒരു 10,000-15,000 രൂപയോ അല്ലെങ്കിൽ 1,10,000 ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഈസിയാണ്. പക്ഷേ ഒരു സ്പോൺസർ നിങ്ങൾക്ക് 1 കോടി രൂപ തരികയാണെങ്കിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ എക്സാമ്പിളിൽ OLX 10-300 ബുള്ളറ്റ് നോക്കിയിട്ട് അതിൽ ഏറ്റവും നല്ല ബുള്ളറ്റ് പോയി നിങ്ങൾ എടുക്കുമ്പോഴാണ് 10,000 ലാഭം കിട്ടുന്നത്, അല്ലെങ്കിൽ 15,000 ലാഭം കിട്ടുന്നത്. പക്ഷെ ഒരു ഗ്യാരേജ് സ്വന്തമായിട്ട് ഇട്ടിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്താ? അവർക്ക് എപ്പോഴും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കച്ചവടം നടക്കണം. ഒരു വ്യക്തി ചെയ്യുമ്പോൾ കൂടുതൽ മാർജിൻ ആഗ്രഹിക്കും. അപ്പോൾ ഒരു ഗ്യാരേജ് നോക്കുക എത്രയാ? 3,000-5,000 മതി ഒരു വണ്ടി ചെയ്യുമ്പോൾ. കാരണം എന്താ? അവർക്ക് കുറേ വണ്ടികൾ ട്രേഡ് ചെയ്യണം, അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു സ്പോൺസർ വന്നിട്ട് പറയണം, നീ 1 കോടി പിടിച്ചോ, നിന്റെ കഴിഞ്ഞ കച്ചവടം എനിക്ക് ഇഷ്ടപ്പെട്ടു, 1 ലക്ഷം രൂപയ്ക്ക് നീ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് നീ അതിൻ്റെ 10% ഗ്രോ ചെയ്തു, 1 ലക്ഷം 1,10,000 ആക്കാനുള്ള കഴിവ് നീ കാണിച്ചു എന്ന് വിചാരിച്ച ആൾ 1 കോടി നിങ്ങൾക്ക് എടുത്തു തന്നാൽ ആ 1 കോടിക്ക് 100 ബുള്ളറ്റ് അതുപോലെ ചീപ്പ് പ്രൈസിന് കിട്ടാനുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ആൾ വീണ്ടും 10 കോടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സ്കില്ല് വെച്ചിട്ട് അത് റീക്രിയേറ്റ് ചെയ്ത് അതേ അനുപാതം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 9.5 ട്രില്യനാണ് ഒരു ദിവസം നടക്കുന്ന കച്ചവടം. അതായത് നമ്മൾ ഈ കോടി അല്ലെങ്കിൽ 10 കോടി 100 കോടി എന്നൊക്കെ പറയുന്നത് ഒരു മഹാസാഗരത്തിൽ ഒരു കപ്പ് വെള്ളം പോലെയാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കൂടുന്തോറും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് കുറയില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു $1,000 വെച്ചിട്ട് അതിന് $100 ഉണ്ടാക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ $10,000 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെറ്റ് ഓഫ് കണ്ടീഷൻസ് നിങ്ങൾ അതേ സ്ട്രാറ്റജി തന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ജനറലി നിങ്ങൾക്ക് അതിൻ്റെ 10%, അതായത് $10,000 $1,000 ഉണ്ടാക്കാനും സെയിം സ്കിൽ തന്നെയാണ് വേണ്ടത്. ഇനി $1 ലക്ഷം $10,000 ഉണ്ടാക്കാനും, $1 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയാണ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അതുമ്പോൾ 10 ലക്ഷം ഉണ്ടാക്കാനും സെയിം സ്കിൽ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ടൈംസ് ആണ്. നമുക്ക് ബേസിക്കലി എങ്ങനെ ട്രേഡ് ചെയ്യണം, അല്ലെ? ഫോറക്സിലേക്ക് നമ്മൾ ഇതുവരെ കിടന്നല്ലേ, നമ്മൾ പറയാറുള്ള എക്സാമ്പിൾസ് ഒക്കെ എന്തിൻ്റെയാണ്? സ്റ്റോക്സിൻ്റെ അല്ലെങ്കിൽ 1000 രൂപയുടെ കണക്ക് വെച്ചൊരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിളാണ് ഇത്ര നേരം പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് സാക്ഷാൽ ഈ ഫോറക്സ് പെയേഴ്സിൽ തന്നെ എക്സാമ്പിളുകൾ കണ്ടു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അല്ലേ? അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീൻ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലെറ്റേഴ്സൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? നിങ്ങളെല്ലാവരും ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ തന്നെയാണോ ഇത് അറ്റൻഡ് ചെയ്യുന്നത്? ഫോണിലൊക്കെ കാണുന്ന വല്ലവരുണ്ടോ? പഠിക്കുന്ന വല്ലവരുണ്ടോ ഫോണിൽ കണ്ടു പഠിക്കുന്ന? ജോയില്, ഓക്കെ, നോ പ്രോബ്ലം. അപ്പം പറ്റുമെങ്കിൽ ഈ ക്ലാസ് കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സുകൾ തുടങ്ങി കുറച്ച് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒരെണ്ണം സെറ്റ് ചെയ്ത് അതിലൂടെ കയറണമെങ്കിൽ നല്ലതാണ്. പല സമയങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ഞാൻ പറയാം, നിങ്ങൾക്ക് ഫോണിൽ തന്നെ ട്രേഡ് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ടാബ്ലറ്റ് മതി ഒരു 10 ഇഞ്ചിൻ്റെ ടാബ്ലറ്റൊക്കെ ആണെങ്കിൽ കംഫർട്ടബിളായി. അപ്പോൾ പഠിക്കാനെങ്കിലും നിങ്ങൾ ഒരു സിസ്റ്റം സംഘടിപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ വളരെ ബെറ്ററാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വൺസും പഠിച്ചു കഴിഞ്ഞാൽ എക്സ്പേർട്ടായുള്ള ഒരാൾ വെറുതെ സ്വന്തം എന്താ പറയുക 6 ഇഞ്ച് 7 ഇഞ്ച് ഫോണിൽ തന്നെയാണ് 6 ഇഞ്ച് ഫോണിൽ തന്നെ ട്രേഡ് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ വേണം നമ്മൾ നിർബന്ധം പറയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുത്തെ കാര്യങ്ങൾ ഇതുപോലുള്ള ഇതിലുള്ള പല പല കാര്യങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പിലൊക്കെ കയറാൻ നല്ലതാണ്. പിന്നെ ഫോണിലാണ് ഇപ്പോൾ നിങ്ങൾ കയറിയേക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് വായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ക്രീൻ സൂം ചെയ്ത് നോക്കുക. അപ്പോൾ
ബേസിക്കലി കറൻസികൾ സമ്പന്ന രാഷ്ട്രങ്ങളിലെ കറൻസികളാണ് കൂടുതലും ഫോറക്സ് ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അല്ലേ. അതായത് പ്രൈസ് സഞ്ചരിക്കുന്നത് ഒരു പ്രൈസായിട്ടല്ല, രണ്ട് പ്രൈസായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജും ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഈ രണ്ട് പ്രൈസായിട്ട് സഞ്ചരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഏതൊരു സ്റ്റോക്ക് എടുത്ത് നോക്കിയപ്പോൾ ഒരു പ്രൈസേ കണ്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇങ്ങനെ രണ്ട് പ്രൈസായിട്ട് ഇതിനെ കാണാം. അപ്പോൾ അതിലൊന്ന് ആസ്ക് പ്രൈസ് എന്ന് പറയും. മേലെ കിടക്കുന്ന ഈ ചുവപ്പ് വര ആസ്ക് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാം. താഴെ കിടക്കുന്ന ഈ നീല വര ബിഡ് പ്രൈസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ നേരത്തെ ആ വണ്ടി കച്ചവടത്തിൻ്റെ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. അതാണ് നല്ലത്, സിമ്പിൾ. മഴക്കാലമായി, നിങ്ങൾക്ക് ഒരു കാർ വേണം. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ വേണ്ടിയിട്ട് മാരുതിയിലെ അവർ തന്നെ നടത്തുന്ന സെക്കൻഡ് ഹാൻഡ് ഡീലറിൻ്റെ ഒരു ഷോറൂമിലേക്ക് കയറി ചെല്ലാണ്. അപ്പോൾ അവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്, മാരുതി സ്വിഫ്റ്റ്. ഏകദേശം ഒരു 4,10,000 രൂപയാണ് പറയുന്നത് അതിന്. അപ്പോൾ നിങ്ങൾ അവിടെ തട്ടിമുട്ടി കാറൊക്കെ തട്ടി നോക്കി നിങ്ങൾ വില പേശാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ തീരുമാനിച്ചു വെച്ചേക്കണ മാക്സിമം എമൗണ്ട് 4 ലക്ഷമാണ്. പക്ഷെ നിങ്ങൾക്ക് ആ കാറ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ഇത് 4 ലക്ഷത്തിന് തരാൻ പറ്റുമോ? അപ്പോൾ ആള് ഇല്ല, 4,10. അവസാനം 4,5 അപ്പോൾ 4,5 ഒരാൾ ഈ കാർ വിൽക്കാൻ റെഡിയാണ്. അതായത് സാധനം കയ്യിലുള്ള ആൾ ചോദിക്കുന്ന പ്രൈസാണ് 4,5. അതിനെയാണ് നമ്മൾ ആസ്ക് പ്രൈസ് എന്ന് പറയുക. അതെപ്പോഴും മേലെ ആയിരിക്കും. ഈ ബിഡ് പ്രൈസ്, ഈ നീല കളറിൽ കാണിക്കുന്ന ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് വാങ്ങാൻ വന്നേക്കണ ആൾ ആഗ്രഹിക്കുന്ന പ്രൈസാണ്. അതായത് 4 ലക്ഷം. അപ്പോൾ ഇതിലൊരു കച്ചവടം നടക്കണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരാളൊന്ന് കോംപ്രമൈസ് ചെയ്യണം അല്ലേ. ഒന്നില്ലെങ്കിൽ ഈ 4 ലക്ഷം രൂപ കൊണ്ട് വന്ന ആള് ഈ 4,5 ഈ കാറ് വാങ്ങണം. അപ്പോൾ ഒരു കച്ചവടമായി. അതല്ലെങ്കിൽ ഈ 4,5 ബലം പിടിച്ച് നിന്നിരുന്ന ആളൊന്ന് താഴണം, എടുക്ക് എന്ന് പറയണം അല്ലേ. അപ്പോഴും ഒരു കച്ചവടം നടക്കും. അപ്പോൾ നമ്മൾ ചാർട്ടിൽ കാണുന്നത് അവസാനം കച്ചവടം നടന്ന വിലയാണ്. ഇത് ബജാജ് ഫിനാൻസ് ആണ്, ഇന്ന് മാർക്കറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോറക്സ് പെയർ നോക്കിയാലും അനങ്ങാതെ നിൽക്കും. ഇതിൽ കാണുന്നത് അല്ലേ, അത് കാണിക്കുന്നത് LTP എന്ന് പറയും, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ഇതിന് LTP എന്നാണ് പറയുക. അവസാനം നടന്ന കച്ചവടം നടന്ന വിലയാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ അതിനുള്ളിൽ 2 വിലയുണ്ട്. അത് ഏതൊരു ചന്തയിൽ നിങ്ങൾ പോയാലും അല്ലേ, വാങ്ങാൻ വന്ന ആള് ചോദിക്കുന്ന ഒരു വിലയുണ്ടായിരിക്കും, വിൽക്കുന്ന ആള് പറയുന്നൊരു വിലയുണ്ടായിരിക്കും. വിലപേശൽ നടക്കുന്ന എല്ലാ കച്ചവടത്തിലും അതുണ്ടായിരിക്കും. ഇപ്പോൾ ഹോട്ടലിൽ പോയാൽ ചായക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പോൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു റിയൽ ചന്തയിൽ നിന്ന് ലേലം വിളിക്കുന്ന ഒരു ചന്തയായിട്ട് നമുക്ക് ഫോറക്സ് ട്രേഡിങ്ങിനെ കാണാം. അപ്പോൾ പണ്ടൊക്കെ ഈ കറൻസി കച്ചവടം നടന്നിരുന്നത് ഇപ്പോൾ പ്ലാറ്റ്ഫോംസുകളിലേക്കായി. അതായത് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോംസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് മൊബൈലിൽ നിന്ന് ട്രേഡ് ചെയ്യാവുന്ന തരത്തിലായി. പക്ഷെ നമ്മളെപ്പോഴും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, പണ്ടൊക്കെ എന്തായിരുന്നു, ഇതൊരു വലിയൊരു കോടതി മുറി, സ്റ്റോക്ക് മാർക്കറ്റും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. വലിയൊരു പള്ളി അല്ലെങ്കിൽ കോടതി മുറി പോലൊരു സ്പേസാണ്. ഇവിടെ കുറേ പേര് അതിൻ്റെ സ്റ്റോക്സുകൾ അല്ലെങ്കിൽ കൊമോഡിറ്റികൾ, അതിൻ്റെ ടിക്കറ്റുകൾ വാങ്ങാനും വിൽക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അവർ തമ്മിൽ ഞാൻ ഇത്ര രൂപയ്ക്ക് തരാം, എന്നാൽ ഇത്ര രൂപയ്ക്ക് എടുക്കാൻ വേറെ ആളുണ്ടോ, ലാലം വിളി സിനിമയിലൊക്കെ കണ്ടല്ലേ. അപ്പം എന്നതുപോലെയാണ് ഈ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് വിലയല്ല. അതുകൊണ്ടാണ് ഈ കച്ചവടം എപ്പോഴും ഈ സാധനങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ, ഈ ലാലം വിളി തുടങ്ങിക്കഴിഞ്ഞാൽ ആരും വിൽക്കാനില്ലെങ്കിൽ സാധനം കയ്യിലുള്ള ആൾ കൂടുതൽ വില പറയാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ആവശ്യക്കാരൻ അത് കൂടുതൽ വിലയ്ക്ക് വാങ്ങാൻ നിർബന്ധിതനാവും. അപ്പോൾ ആവശ്യക്കാരൻ എന്ത് ചെയ്യും, അതിലേക്ക് കയറി പിടിക്കും. അപ്പോഴാണ് പ്രൈസ് മൂവ് ചെയ്യണത്. അപ്പോൾ പിന്നെയും സാധനം കിട്ടാണ്ടാകുമ്പോൾ വീണ്ടും സാധനങ്ങൾ കയ്യിലുള്ള ഒരു മുകളിലാണ് നിൽക്കുന്നത്, ഈ വിലയും പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നീട് വരുന്ന ബയേഴ്സ്, ആവശ്യക്കാർ അത് ആ വിലയ്ക്ക് വാങ്ങാൻ നോക്കും. അങ്ങനെയാണ് പ്രൈസ് മുകളിലേക്ക് കയറി പോകുന്നത്. നേരെ തിരിച്ചായാൽ താഴത്തേക്ക് പോരും. അപ്പോൾ അതിനെയാണ് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 പ്രൈസായിട്ടാണ് സഞ്ചരിക്കുന്നത്, ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും. അപ്പോൾ നമ്മൾ ഇപ്പം ഇനി എത്താൻ പോണത് എന്തുകൊണ്ട് ഈ കറൻസി പെയേഴ്സ് എന്നുള്ളൊരു ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് അല്ലേ. ഇപ്പം ഞാനിവിടെ കുറേ കറൻസികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇന്നലെ നമ്മൾ കണ്ടു. അതിൽ ഗോൾഡ് ഉണ്ട്, ബിറ്റ് കോയിൻ ഉണ്ട്. എന്തുകൊണ്ട് ഈ പെയേഴ്സ് നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുള്ളതിലേക്കാണ് എത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലെ എല്ലാ കറൻസികളും ട്രേഡ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ റുപ്പീസിൻ്റെ
സംബന്ധമായ കറൻസി ആരും ട്രേഡ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും പല കറൻസിക്കും പല തരത്തിലായിരിക്കും. ചിലതിനത് കൂടുതലുണ്ടായിരിക്കും, ചിലതിനത് കുറവുണ്ടായിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സ്പ്രെഡ് എന്ന് പറയാം. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലഘട്ട അല്ലേ, ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയ്യേഴ്സും ചോദിക്കുന്ന വിലയും സെല്ലേഴ്സ് പറയുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം. ഇതെപ്പോഴും വലിയ കറൻസികൾക്ക് വളരെ കുറവായിരിക്കും. ചെറിയ കറൻസികൾക്ക് അല്ലെങ്കിൽ ചെറിയ കൊമോഡിറ്റീസ്, അധികം ആൾക്കാർ താല്പര്യമില്ലാത്ത കൊമോഡിറ്റീസ് ഇതിനൊക്കെ ഇത് വളരെ കുറവായിരിക്കും. കൊമോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ, ചരക്കുകൾ. പല ചരക്കുകൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും പല കാരണങ്ങൾ കൊണ്ട്. ഗോൾഡ് മാത്രമാണ് നമ്മൾ കൂടുതൽ കേൾക്കാറ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കോപ്പർ, അലുമിനിയം, കാപ്പി, പല സാധനങ്ങളും നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷെ ഇതിനൊന്നും അധികം ആൾക്കാർ ട്രേഡ് ചെയ്യാനില്ല. പല ഉദ്ദേശങ്ങൾ വെച്ചിട്ട് പല ആൾക്കാരും അതിൻ്റെ വിലയെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. കൂടുതലും സാധാരണക്കാർ ചെയ്യുന്നത് ഏതാണ്? ഗോൾഡാണ്. അപ്പോൾ ഗോൾഡിന് എപ്പോഴും സ്പ്രെഡ് വളരെ കുറവാണ് കൊമോഡിറ്റീസിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ വാഹന ചന്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ ഒരു വാഹന ചന്ത വളരെ ചെറുതാണെന്ന് വിചാരിച്ചോ, ആ കൂടി മൊത്തം അതിൽ കിടക്കുന്ന കാറുകൾ 20 കാറുകളുള്ളൂ എന്ന് വിചാരിച്ചോ, അതിൽ 2 സ്വിഫ്റ്റ് ഉള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ വാങ്ങണ ആളും വിൽക്കുന്ന ആളും തമ്മിൽ വലിയ വില വ്യത്യാസം നിൽക്കും. കാരണം എന്താ, ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇനി നടന്ന അപ്പുറത്തെ ഗ്യാരേജിലേക്ക് പോകണം. പക്ഷെ നേരെ മറിച്ച് 2000 കാറുകളുള്ള ഒരു വലിയ ഗ്യാരേജ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, അതിൻ്റെ ഉള്ളിൽ മാരുതിയിൽ തന്നെ 500 കാറുകളുണ്ട്, അതിൽ 200 എണ്ണം സ്വിഫ്റ്റ് ആണെന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പോൾ 4 ലക്ഷത്തിനുള്ള സ്വിഫ്റ്റ് ഉണ്ടാവും, 4-5 സ്വിഫ്റ്റ് ഉണ്ടാവും, 4-3 സ്വിഫ്റ്റ് ഉണ്ടാവും, 4-7 മിക്ക 1000-ന്റെ ഗുണിതങ്ങളിലും ഓരോ വണ്ടികളുണ്ടാവും അല്ലേ. 3:30 തുടങ്ങി അല്ലെങ്കിൽ 3:45 തുടങ്ങി 4:30 വരെ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കണ്ടാവും, പല ബോർഡുകൾ. അതായത് അത് വലിയ ചന്തയാണ് അല്ലേ. അപ്പോൾ റിയാലിറ്റിയിൽ അത്ര വലിയൊരു ചന്ത ഇവിടെ ഉണ്ടാവണമെന്നില്ല, ഒന്ന് സങ്കല്പിച്ച് നോക്കാം. അതുപോലെയാണ് വലിയ കറൻസികൾ. അതായത് ഒരുപാട് ആൾക്കാരായിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ സ്പ്രെഡ് കുറയും. ഒരാൾ ഇനി ഇതിൽ ബലം പിടിച്ച് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അടുത്ത ആൾ മുന്നോട്ട് വരും. അപ്പോൾ ഈ സ്പ്രെഡ് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം, ഈ സ്പ്രെഡ് കുറഞ്ഞ കറൻസികളാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇപ്പം നമ്മളൊരു കറൻസി വാങ്ങുന്നു, അത് കഴിഞ്ഞ് വിൽക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ 2 ബോക്സ് അടങ്ങിയൊരു ടൂള് ഇതിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ലോങ് പൊസിഷൻ ടൂള്. നമുക്ക് പതുക്കെ ഈ ട്രേഡിംഗ് വ്യൂ സോഫ്റ്റ്വെയറും ഇതെല്ലാം പഠിക്കാം. അപ്പോൾ ബേസിക്കലി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, കാണാൻ വേണ്ടി വരച്ചിട്ടേക്കണതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയ പ്രോഫിറ്റാണ്, മുകളിലേക്ക് പോകുന്നതോറും പ്രോഫിറ്റ്, താഴത്തേക്ക് വരുന്നതോറും ലോസ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു കറൻസി, അല്ലെങ്കിൽ ഇതൊരു സ്റ്റോക്ക് ആവട്ടെ, എന്തോ ആവട്ടെ, വണ്ടി ആവട്ടെ, ഈ ഒരു കറൻസി വാങ്ങിച്ചു. അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിയതായിട്ട് നമുക്ക് തോന്നി, അയ്യോ ഈ കറൻസി എല്ലാം വാങ്ങേണ്ടതെന്ന് AUD JPY ആണ്. അപ്പം തന്നെ നമ്മളത് വിൽക്കാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കാം. അപ്പം നമുക്ക് എത്ര വില കിട്ടും? അല്ലേ. വാങ്ങിയപ്പോൾ നമ്മൾ ഈ വില കൊടുക്കേണ്ട വന്നു, ശരിയല്ലേ. വാങ്ങിയപ്പോൾ നമ്മൾ മുകളിലുള്ള വിലക്കാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ 1000-ന്റെ സ്റ്റോക്ക് എക്സാമ്പിളിലേക്ക് തന്നെ വരാം. 1000 രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിയത്, അല്ലെങ്കിൽ 1000 രൂപ 50 പൈസയ്ക്കാണ് നിങ്ങൾ വാങ്ങിയത്. പക്ഷെ അപ്പം തന്നെ കൊടുത്താൽ എത്ര കിട്ടുള്ളൂ? 1000 രൂപയെ കിട്ടുള്ളൂ, 50 പൈസ കുറവ് കിട്ടുള്ളൂ. ഇതിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഫോറക്സ് കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവും നിങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നമുക്കറിയാവുന്ന വലിയ വലിയ കമ്പനികളുണ്ടല്ലോ, HDFC ബാങ്ക്, റിലയൻസ്, അതുപോലുള്ള കമ്പനികളിൽ ഈ സ്പ്രെഡ് വളരെ കുറവായിരിക്കും. പക്ഷെ അധികം ആൾക്കാർ ട്രേഡ് ചെയ്യാത്ത ചെറിയ സ്റ്റോക്സുകളുണ്ട് അല്ലേ. 2000-ലധികം സ്റ്റോക്സുകളുണ്ട് NSEയിൽ. മൊത്തം ഇന്ത്യയിൽ സ്റ്റോക്ക് ലിസ്റ്റ് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തേക്കുന്നത് 5000-ലധികം സ്റ്റോക്കുകളുണ്ട്. അപ്പം അതിൽ ചെറിയ പല നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുടെ കമ്പനികളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വിൽക്കുമ്പോൾ 998 കിട്ടുള്ളൂ. അതായത് ഒരു ക്വാണ്ടിറ്റിയുമ്പോൾ 2 രൂപ വെച്ച് നഷ്ടം വരും. മറ്റേതാവുമ്പോഴോ ഒരു ക്വാണ്ടിറ്റിയുമ്പോൾ 20 പൈസ വെച്ച് നഷ്ടം വരുന്നുള്ളൂ. സെയിം ലോജിക് അപ്ലൈസ് ടു ഫോറക്സ്. അതായത് ഇവിടെ ചില സമ്പന്ന രാഷ്ട്രങ്ങളിലെ കറൻസികളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പ്രെഡ് വളരെ കുറവാണ്. അതുകൊണ്ട് അതിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാവുന്ന ഈ പലതുള്ളി പെരുവെള്ളം പോലെ നഷ്ടം വരുന്ന ആ നഷ്ടം നമുക്ക് കുറയും. അപ്പോൾ അതാണ് ബേസിക്കലി ഫോറക്സിൽ ചാർജസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോറക്സ് ആയിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് അഡ്വാൻറ്റേജ് കണ്ടു അല്ലേ. അതിൽ
ഇപ്പോൾ ഈ ഒരു സമയത്ത് പറയാൻ മാറ്റി വെച്ചൊരു അഡ്വാൻറ്റേജ് എന്താണ്? ചാർജസ് ഭയങ്കരമാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പയറിങ് ടു ഫോറക്സ്. എന്ന് വെച്ചാൽ ചാർജസ് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ജീവിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഏകദേശം എന്തോരം ചാർജസ് ഉണ്ടെന്ന് കണ്ടാൽ തന്നെ ഫോറക്സിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ ചാർജസ് ഫോറക്സിൽ ഇല്ലാതിരുന്നാലുള്ള ഗുണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ എന്നുകൊണ്ട് കാൽക്കുലേറ്റർ എടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്തോരം ചാർജസ് വരുന്നു നോക്കാം. 1000 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, 1000 രൂപയ്ക്ക് വിറ്റു, അല്ലെങ്കിൽ വേണ്ട 1000 രൂപയ്ക്ക് ഇവിടെ സ്റ്റോക്ക് വാങ്ങിച്ചു, 1000 രൂപയ്ക്ക് വിറ്റു, ഒരു 1,00,000 രൂപയ്ക്ക് നമുക്ക് എത്ര കിട്ടും? 100 ക്വാണ്ടിറ്റി അല്ലേ? 100 ക്വാണ്ടിറ്റി നമ്മളൊരു കച്ചവടം നടത്തുമ്പോൾ നമുക്ക് വരുന്ന ടോട്ടൽ ചാർജസ്, അതായത് ഇതിൽ ലാഭമില്ല നഷ്ടമില്ല, ഇവിടെ കാണിക്കുന്ന അപ്പോൾ ചാർജസ് ആണ്, അത് 224 രൂപയാണ് വരുന്നത്. 222 രൂപ അല്ലേ? നോക്കിയേ, ഇത് നിങ്ങൾ നോക്കുമ്പോൾ വളരെ വലിയ ചാർജ് ആയിട്ട് കാണില്ലേ? 1,00,000 രൂപയ്ക്ക് കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഒരു 10-200 രൂപ സർക്കാരിന് പോകണോണ്ട് എന്താ കുഴപ്പം? നമ്മൾ ദിവസം ഒരു ട്രേഡ് എടുക്കുന്ന ആളാണെന്ന് ചോദിച്ചു നോക്കിയേ. അവിടെ 20 വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ, ശനി ഞായറും നമുക്ക് ലീവാണല്ലോ. ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് ചെയ്യുന്ന വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡർ 1.5 മണിക്കൂർ കന്നില്ല എണ്ണയും ഒഴിച്ച് കാട്ടിരുന്ന് ഒറ്റ നല്ല ട്രേഡ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചോ, എത്ര രൂപ ഒരു മാസം ആ വകുപ്പിൽ പോവും? ഏകദേശം ഒരു ട്രേഡിന് 1,00,000 രൂപയ്ക്കാണ് നമ്മൾ കണക്കൂട്ടുന്നത്. 40K. അതെ, അപ്പോൾ ഇവിടെ നമ്മൾ കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40K അല്ല, 4,000 ഉദ്ദേശിച്ചേ, 4K അല്ലേ? ഓക്കെ. അപ്പോൾ ഏകദേശം 4,000 ചില്ലായിരം രൂപ അല്ലേ? അതായത് 222 ഇൻറ്റു 20 വർക്കിംഗ് ഡേയ്സ് കൂട്ടാം. 222 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 4.5, 4,440, 4.5%. അതായത് ഒരു സാധാരണ ആൾക്ക് ഒരു ട്രേഡിങ്ങിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ന്യായമായ വില, അതായത് 5%-ത്തിനടുത്ത് ഇങ്ങനെ പോവാണ്. എന്നാൽ ഇവിടെ സ്പ്രെഡും ഉണ്ട്. ഇവിടെയും ഈ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ പലതുള്ളി പെരുവെള്ളം പോലെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ചെറുതായിട്ട് പോകുന്നുണ്ട്. അത് നിസ്സാര വ്യത്യാസമുള്ളൂ. പക്ഷെ ഇത്രയും പ്രൈസ് കുറവാണ് ഫോറക്സിൽ. കാരണം എന്താ? ഫോറക്സ് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് ഇത് റെഗുലേറ്റ് ചെയ്യാൻ ബേസിക്കലി സർക്കാരോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി, മെയിനായിട്ടൊരു അതോറിറ്റി ഇല്ല. പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ്റോ ആരും ഇത് കൺട്രോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചാർജസും ഇതും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് നേച്ചർ എന്നാണ് പറയുക. അതായത് ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് സെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. അതായത് കൃത്യമായിട്ടൊരു റെഗുലേറ്ററി ബോഡി ഉണ്ട്, അതിലൂടെയാണ് അത് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? അത് സെൽഫ് കൺട്രോൾഡ് ആണ്. അതായത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പം നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ OLX എടുക്കാം. ഇപ്പം എൻ്റെ ഈ കമ്പ്യൂട്ടർ ഞാൻ OLX വിൽക്കാനിടുന്നു. അത് OLX അവർക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള വില പറയാം. അത് ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ഞാനിവിടെ പാലാരിവട്ടത്ത് ഇഷ്ടമുള്ള ഒരാൾ കാണാൻ വരുന്നു, അയാൾക്ക് കൈമാറുന്നു. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ നിന്ന് വാങ്ങാം. അപ്പോൾ ഇതിൽ OLX ഒരിക്കലും ഇടപെടാൻ വരില്ല. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് ഞാൻ അതിലൊരു രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ, OLX രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ അവർക്കൊരു 499 രൂപ എങ്ങാനും അവർക്കൊരു പ്രീമിയം അല്ലെങ്കിൽ ഒരു സൈനപ്പ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. മാത്രമാണ് അവരുടെ ലാഭം. അല്ലാതെ കച്ചവടം എത്ര വില പേശണമെന്നോ ഒന്നും അവർ പറയുന്നില്ല. ഫേക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഇടരുന്ന് അവർ പറയും അല്ലേ? ഇതുപോലെ തന്നെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്കാണ് കറൻസി ട്രേഡിങ്ങിലുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങളിൽ കുറച്ച് കറൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് ഇന്ന പൈസയ്ക്ക് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഞാൻ വാങ്ങുന്നു. ഇതിലാരും വേറെ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞ ഈ സ്പ്രെഡ്, അല്ലെങ്കിൽ ഈ ചാർജസ് ഇല്ല, സ്പ്രെഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ പെയേഴ്സ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയേഴ്സ് തന്നെയാണ് നമ്മളും ട്രേഡ് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോൾഡ് ആണോ, ബിറ്റ് കോയിൻ ആണോ, അല്ലേ, യൂറോ USD ആണോ? നമ്മൾ ഇന്നലെ കമ്പയർ ചെയ്ത 3 എക്സാമ്പിൾസാണ്. അപ്പോൾ ഇത് പല ആൾക്കാരും പലതും പറയും. പക്ഷെ നമ്മൾ അതിൻ്റെ ഡാറ്റ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിളിൽ പോയി നോക്കാം. ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ChatGPT-യോട് ചോദിച്ചു നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഇതേ സെയിം കാര്യം ചോദിക്കുക. ഈ പേഴ്സുകളൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് 10 എന്താ പറയുക, ഹൈലി ലിക്വിഡ് കറൻസികൾ വേണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന കറൻസികൾ വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ചോദ്യം ChatGPT ചോദിച്ചാൽ മതി. അതിൽ നിങ്ങൾ 3-4 നിങ്ങൾ സെലക്ട് ചെയ്യുന്നു അല്ലേ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. മോസ്റ്റ് ട്രേഡഡ് കറൻസി പെയേഴ്സ് ഇൻ ദ വേൾഡ് ബൈ ആവറേജ് ട്രേഡിംഗ് വോളിയം എന്ന് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഒരു ഡാറ്റ കറക്റ്റായിട്ട് കിട്ടും. ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ ദിവസം കച്ചവടം നടക്കുന്നതിൻ്റെ ശരാശരി. നമ്മൾ ഒരു ദിവസത്തെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല, അതിൻ്റെ ശരാശരി അല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആവറേജ് ഈ വേർഡെന്ന് ഓർത്ത് വെച്ചോളൂ. ബൈ ആവറേജ് ട്രേഡിംഗ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ തോത്. ആവറേജ് ഡെയിലി വെച്ചോളൂ. ഡെയിലി വേണമെങ്കിൽ ഡെയിലി വെക്കാം, മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി വെക്കാം. അപ്പോൾ ഇതിൻ്റെ കണക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വലിയ കച്ചവടം നടക്കുന്നതിൽ ഏത് പേഴ്സിലാണെന്നുള്ളതിൻ്റെ കണക്കെടുപ്പ് തന്നെ പല വർഷങ്ങൾ കൂടുമ്പോഴുള്ളൂ. പ്ലീസ് മേക്ക് എ ടേബിൾ. അപ്പോൾ ജനറലി സമ്പന്ന രാഷ്ട്രങ്ങളിലെ കറൻസികളാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാറ്. അപ്പോൾ നമുക്കിവിടെ കാണാം യൂറോ USD, അതായത് ഫോറക്സിൻ്റെ തന്നെ 21.2% ഈ ഒരൊറ്റ പെയറിലാണ് കച്ചവടം നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 9.5 അല്ലേ, ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 10 ആക്കിയ കണക്കൂട്ടാൻ എളുപ്പമുണ്ട്. അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 2 ട്രില്യൻ്റെ കച്ചവടമാണ് ഏകദേശം യൂറോ USD മാത്രം നടക്കുന്നത് ഒരു ദിവസം. അതായത് ഈ സാധനത്തിൽ അല്ലേ, ഈ ഒരു മെറ്റീരിയലിൽ. ഇത് നമുക്കൊരു മെറ്റീരിയലായിട്ട് കാണാം, വാങ്ങിച്ച് ട്രേഡ് ചെയ്യുന്നൊരു മെറ്റീരിയൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപ്പാനീസ് യെന്നും ഡോളറും തമ്മിലുള്ള അനുപാതമാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നടക്കുന്ന കച്ചവടം, അതായത് ഈ പെയർ. അത് കഴിഞ്ഞാൽ ഏതാണ്? USD CNY, GBP USD, അങ്ങനെ താഴ്ത്തിക്ക് പോലും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് മേജർ പെയേഴ്സ്. അതായത് ഡോളറുമായി സംബന്ധിച്ച എന്നാൽ മറ്റുള്ള സമ്പന്ന രാഷ്ട്രങ്ങളിലെ പെയറുകളെയാണ് നമ്മൾ മേജർ പെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡോളർ ഇല്ലാത്ത എന്നാൽ മറ്റുള്ള സമ്പന്ന രാഷ്ട്രങ്ങളിലെ പെയറിനെയാണ് നമ്മൾ മൈനർ പെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം മേജർ പെയേഴ്സ്, മൈനർ പെയേഴ്സ്. ഇതിൽ മേജർ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ പേരിലിരിക്കുന്ന പോലെ തന്നെ വലിയ തോതിൽ കച്ചവടം നടക്കുന്ന പെയേഴ്സ്. പിന്നെ ഇതെങ്ങനെയാണ് ഈ കച്ചവടം? നമ്മൾ നേരത്തെ ആ ബാങ്കിൽ പോയിട്ട് വിൽക്ക ചെയ്യുന്നതിൻ്റെ കാളും ചെറിയ വ്യത്യസ്തമായ ഒരു രീതിയാണ് നമ്മൾ ആക്ച്വൽ ഫോറക്സ് ട്രേഡിംഗ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് പെയർ സിസ്റ്റം. അപ്പോൾ നമ്മളൊരു ബാങ്കിൽ പോയിട്ട് 95,000 രൂപ കൊടുത്ത് $1,000 വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ലോകം അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ഇവോൾവ് ചെയ്ത് വന്ന ഒരു സിസ്റ്റമാണ് ഈ പെയർ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊട്ടേഷൻ സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുക. അതായത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ പേരിട്ടുന്നത് പെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ കാര്യം മനസ്സിലാക്കാനാണ്. അതായത് കറൻസികൾ ഒരു പെയറായിട്ടാണ് ട്രേഡ് ചെയ്യുക. ചെരുപ്പ്, 2 ചെരുപ്പ് അല്ലേ, അതുപോലെ ഒരു പെയറായിട്ടാണ് ട്രേഡ് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്കൊരു ഉദാഹരണം എടുക്കാം, നമ്മുടെ കറൻസിനെ എടുക്കാം, USD INR എന്ന് പറയുന്ന പെയർ. അപ്പോൾ ഇത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. USD INR എന്ന് പറഞ്ഞ പെയർ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള അനുപാതമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും ആ കറൻസിനെ അല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് കറൻസി തന്നെ എടുക്കാം, യൂറോ USD. യൂറോ USDയുടെ ഇപ്പോഴത്തെ മൂല്യം എത്രയാണ് കാണാൻ പറ്റുന്നുണ്ടോ? 1.1385 അല്ലേ. ഇതാണ്, ഈ സംഖ്യേനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. അതായത് ഈ സംഖ്യ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആദ്യം കിടക്കുന്ന പെയർ ഏതാണ്? യൂറോ ആണ് അല്ലേ. രണ്ടാമത് കിടക്കുന്ന പെയർ ഡോളറാണ്. അപ്പം ഇനി യൂറോ എന്ന് വിളിക്കാം, ഇനി ഡോളർ എന്ന് വിളിക്കാം. അപ്പം എത്ര ഡോളർ കൊടുത്താലാണ് ഒരു യൂറോ കിട്ടുക എന്നുള്ളതാണ് ഈ സംഖ്യ ഉദ്ദേശിക്കുന്നത്. 1.1385. അതായത് ഒന്നിൽ കൂടുതൽ കൊടുക്കണം നമുക്ക് മനസ്സിലാക്കാം. ഒരു യൂറോ കിട്ടണമെങ്കിൽ ഒന്നിലും കൂടുതൽ ഡോളർ കൊടുക്കണം. അപ്പം ഇതിൽ ഏതിൻ്റെ മൂല്യമായിരിക്കും കൂടുതൽ? യൂറോനായിരിക്കോ മൂല്യം കൂടുതൽ, ഡോളറിനായിരിക്കോ? യൂറോന് അല്ലേ. അപ്പം നമുക്ക് ഇതിൽ നിന്ന്, ഈ ചാർട്ടിൽ നിന്ന് അതുപോലുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം. ഇവിടെ 1 വെച്ച് ആണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിനേക്കാളും വലിയ സംഖ്യയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ കാണുന്ന ആദ്യത്തെ കറൻസിക്ക് ആയിരിക്കും മൂല്യം കൂടുതൽ.
ഒന്നിനേക്കാൾ താഴെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കറൻസി ഒന്ന് പറയാമോ? ഇതിൽ ഏത് കറൻസിക്കാണ് ഒന്നിനേക്കാൾ താഴെയുള്ളത്? ദാ ഇതൊക്കെ AUD USD. AUD എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളർ, US ഡോളർ. അപ്പോൾ AUD USD എന്നാണ് അതിൻ്റെ അബ്രിവിയേഷൻ. അപ്പോൾ നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇതിൻ്റെ ചാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് AUD USD. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ ഇവിടെ വാട്ടർമാർക്ക് ഉണ്ട്. എന്താണ്? ഓസ്ട്രേലിയൻ ഡോളർ, US ഡോളർ. അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും മൂല്യം കൂടുതൽ? ഓസ്ട്രേലിയൻ ഡോളറിനായിരിക്കോ US ഡോളറിനായിരിക്കോ? അതറിയണമെങ്കിൽ ഇതിൻ്റെ വില നോക്കിയാൽ മതി. ഇപ്പോഴത്തെ ഏതിനായിരിക്കും മൂല്യം കൂടുതൽ? US ഡോളറിന് അല്ലേ? രണ്ടാമത് കിടക്കുന്ന കറൻസിക്ക് ആയിരിക്കും മൂല്യം കൂടുതൽ. ഒന്നിനേക്കാളും താഴെയാണ് ഈ വാല്യൂ എങ്കിൽ ഇവിടെ കാണാം അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഡോളറാണ് ഇവിടെ രാജാവ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ സമ്പന്ന രാഷ്ട്രങ്ങളിലെ കറൻസിയിൽ ഏറ്റവും മൂല്യം കുറഞ്ഞത് ഏതായിരിക്കും? ഈ കാണുന്നതിൽ ഏറ്റവും മൂല്യം കുറഞ്ഞ കറൻസി ഏതാണെന്നറിയോ? എന്നാ വികസിത രാജ്യമാണ്, വളരെ പ്രമാദമായ കറൻസിയാണ്. അതറിയണമെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കിയാൽ മതി. ഏറ്റവും വലിയ സംഖ്യകളെല്ലാത്തിലും ഒരു കറൻസി ഉണ്ടാവും. ഏതാണ് കോമൺ ആയിട്ടുള്ളത്? കണ്ടോ? JPY. JPY വെച്ചിട്ടുള്ള എല്ലാത്തും വലിയ സംഖ്യകളായിരിക്കും. അതായത് നമുക്ക് ഏറ്റവും എളുപ്പം USD JPY മനസ്സിലാക്കാം. അതായത് USD JPYയുടെ മൂല്യം ഇവിടെ കാണുന്നത്, ഈ കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് എല്ലാം ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ 161.75. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഒന്നിനേക്കാളും വളരെ വലിയ സംഖ്യയാണ്. അതായത് ഡോളറിന് JPYനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൂല്യം കൂടുതലാണ്. അതായത് 161 ജപ്പാനീസ് യെന്നാണ് ഒരു ഡോളറിന് സമമാവുക. മനസ്സിലായി? അപ്പോൾ നമ്മളിവിടെ കാണുന്ന വാല്യൂകൾ ഉദ്ദേശിക്കുന്നത് ഈ ബേസ് കറൻസിയും കോട്ട് കറൻസിയും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം മെയിൻ കറൻസിയും സബ് കറൻസിയും. ആദ്യം കാണുന്നത് മെയിൻ കറൻസി, പിന്നെ കാണുന്നത് സബ് കറൻസി. ഇത് തമ്മിലുള്ള അനുപാതമാണ്. അല്ലെങ്കിൽ എത്ര സബ് കറൻസി കൊടുത്താലാണ് ഒരു മെയിൻ കറൻസി കിട്ടുക, അല്ലെങ്കിൽ എത്ര കോട്ട് കറൻസി കൊടുത്താലാണ്, ഇതിനെ Q എന്ന് പറയും, ഇതിനെ B എന്ന് പറയും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. എത്ര Q കൊടുത്താലാണ് ഒരു B കിട്ടുക, അല്ലെങ്കിൽ എത്ര കോട്ട് കറൻസി കൊടുത്താലാണ് ഒരു ബേസ് കറൻസി കിട്ടുക. ബേസ് എന്ന് പറഞ്ഞ വേർഡിലുണ്ടല്ലോ അടിസ്ഥാനപരമായ, ഇമ്പോർട്ടൻ്റ് ആയ. അപ്പോൾ ഇതിലെ എത്ര കോട്ട് കറൻസി വേണം ഒരു ബേസ് കറൻസി മേടിക്കാൻ, അതാണ് ഈ മൂല്യം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ തിയറിയിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു തിയറി മനസ്സിലായാലാണ് നമുക്ക് ഫോറക്സ് ട്രേഡിങ് മനസ്സിലാവുള്ളൂ. അപ്പോൾ കറൻസികൾ ഒരു കറൻസി ആയിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അത് പെയർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുപാതത്തെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അനുപാതം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റോക്കിൻ്റെ വില പോലെ കണ്ടാൽ മതി. ഒരു സിംഗിൾ പ്രൊഡക്റ്റ്, ഇപ്പോൾ പെട്രോളിൻ്റെ വില പോലെ കാണാം ഇതിനെ. ഇപ്പോൾ നമ്മൾ ഈ വിലയെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് 0 വെച്ചിട്ട് തുടങ്ങുന്ന സംഭവങ്ങളാണ്. 0.5704. അപ്പോൾ ഈ ഒരു കറൻസി വാങ്ങിയാൽ ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഇത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലോസ് വരും. അതായത് 57.04 നിന്ന് 57.05 കയറിയാൽ നമ്മുടെ അക്കൗണ്ട് ഗ്രീൻ ആവും, 3 ഇറങ്ങിയാൽ നമ്മുടെ അക്കൗണ്ട് റെഡ് ആവും. അപ്പോൾ ഈ 0.4 കയറണമെങ്കിൽ ഇതിൽ ഏത് കറൻസിയുടെ മൂല്യം കൂടണം? മെയിൻ കറൻസിയുടെ, ബേസ് കറൻസിയുടെ മൂല്യം കൂടുമ്പോഴാണ് ഇത് മുകളിലേക്ക് കയറുക. ഓക്കെ, അപ്പോൾ ഇത് റെഡായി കിടക്കുന്നത് നിങ്ങൾ നോക്കണ്ട, അത് ഇന്നലെ മുകളിലേക്കാണോ താഴത്തേക്കാണോ പോയെന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലേ? ഇന്നലെ താഴത്തേക്കാണ് പോയത്. അതായത് ബേസിക്കലി ഇന്നലെ കനേഡിയൻ ഡോളർ സ്വിസ് ഫ്രാങ്കിനെ, CHF എന്ന് പറഞ്ഞാൽ സ്വിസ് ഫ്രാങ്കാണ്. അപ്പോൾ നമുക്ക് ഓരോ കറൻസികളുടെ പേരുകളൊക്കെ പഠിക്കാം. സ്വിസ് ഫ്രാങ്കിനെ അപേക്ഷിച്ച് ഇന്നലെ കനേഡിയൻ ഡോളർ കുറച്ച് താഴത്തേക്ക് പോവാണ് ഉണ്ടായത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫോറക്സ് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഏത് എക്കണോമിയുടെ മൂല്യമാണ് കൂടാൻ സാധ്യത, കുറവാൻ സാധ്യത എന്നുള്ളതൊന്നും ആ കൺട്രീനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫുള്ളി ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇത് മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകാനുള്ള സാധ്യത എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ബേസിക്കലി നമ്മളൊരു സ്റ്റോക്ക് വാങ്ങണ പോലെ ആ മൂല്യം എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്ന ആ സംഖ്യ, ഇത് തമ്മിലുള്ള അനുപാതം, അത് മുകളിലേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കാണുന്നത് USD INR ആണ് ഇവിടെ എഴുതി വെച്ചാണ് എക്സാമ്പിൾ. ഉദാഹരണത്തിന് ഒരു ട്രേഡർ ചിന്തിക്കുകയാണ് US എക്കണോമി, അമേരിക്കയുടെ എക്കണോമി ഇന്ത്യൻ എക്കണോമിയേക്കാളും ബെറ്ററായിട്ട് ഗ്രോ ചെയ്യും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബാങ്കിൽ പോയിട്ട് ഡോളർ വാങ്ങിച്ചു വെക്കുന്നേക്കാളും
അതേ പരിപാടി തന്നെ എന്ത് ചെയ്താൽ മതി, ഈ USD INR എന്ന് പറയുന്ന പെയർ ആപ്പിൽ കൂടെ വാങ്ങിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഡോളറിൻ്റെ മൂല്യം കൂടി കഴിഞ്ഞാൽ ഇയാൾക്ക് ലാഭം കിട്ടും, ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് നഷ്ടം വരും. ഇനി ഡോളറിനെ ബേസ് ചെയ്ത് മാത്രം വാങ്ങണമെന്നില്ല. ഇന്ത്യൻ റുപ്പീസിൽ ഇന്ത്യനെ മാത്രം സ്വാധീനിക്കുന്ന ഒരു മോശമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ന്യൂസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇന്ത്യൻ റുപ്പീസിൻ്റെ മൂല്യം കുറയുമെന്ന് മനസ്സിലായാലും പകരം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ USD INR വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് വളരെ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. തുടക്കക്കാർക്ക് എപ്പോഴും മനസ്സിലാവാൻ വളരെ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബേസ് കറൻസി, സബ് കറൻസി അല്ലെങ്കിൽ കോട്ട് കറൻസി. അപ്പോൾ ബേസ് കറൻസി, നമ്മൾ ഈ കറൻസി പെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബേസ് കറൻസി എങ്ങോട്ടാണ് പോകുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ബേസ് കറൻസി മുകളിലേക്ക് പോയാൽ നമുക്ക് ലാഭം, ബേസ് കറൻസി താഴോട്ട് പോയാൽ നമുക്ക് നഷ്ടം. അപ്പോൾ അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഈ ബേസ് കറൻസി എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് അനുപാതികമാണ് അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ മൂല്യം മുകളിലേക്ക് പോയാൽ ബേസ് കറൻസി മുകളിലേക്ക് പോകുന്നു, നമ്മുടെ അക്കൗണ്ട് മുകളിലേക്ക് പോകുന്നു. ഇനി കോട്ട് കറൻസി എന്ന് പറയുന്നത്, സബ് കറൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫലം ചെയ്യുക. അതായത് നമ്മൾ ഈ കറൻസി വാങ്ങിച്ചു വെച്ചാൽ ഇന്ത്യൻ റുപ്പീസ് മുകളിലേക്ക് പോയാൽ നമുക്ക് നഷ്ടം വരും, ഇന്ത്യൻ റുപ്പീസ് താഴേക്ക് പോയാൽ നമുക്ക് ലാഭമാണ് വരിക. നേരെ മറിച്ചാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് പല പല എക്സാമ്പിൾസുകൾ കാണുമ്പോൾ മനസ്സിലാവും. ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ പല പല എക്സാമ്പിൾസുകൾ നമ്മൾ ഈ പിപ്സ് അല്ലെങ്കിൽ ഈ മൂല്യം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പഠിക്കും അടുത്ത ക്ലാസ്സുകളിൽ. അപ്പോൾ നമുക്കത് മനസ്സിലാവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇതാ അടുത്തൊരു എക്സാമ്പിളും കൂടി കാണാം. GBP USD. GBP എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, USD എന്ന് പറഞ്ഞാൽ ഡോളർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ചാർട്ട് ഒന്ന് എടുത്ത് കാണാം. GBP USD എന്ന് പറയുന്ന ഈ പെയർ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, താഴ്ത്തോട്ടാണ് അല്ലേ. ഏകദേശം നമുക്ക് കാണുമ്പോൾ അറിയാം താഴ്ത്തോട്ടാണ് പോയത്. ഇന്നലെ മാത്രം കുറച്ചൊന്ന് മുകളിലേക്ക് കയറിയെങ്കിലും ജനറലി അത് താഴ്ത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിൻ്റെ, അതായത് പൗണ്ടിൻ്റെ മൂല്യമായിരിക്കുമോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡോളറിൻ്റെ മൂല്യമായിരിക്കുമോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് താരതമ്യേന? ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? GBPയുടെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നോക്കിയാൽ മതി, GBPയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഏതിൻ്റെ മൂല്യമായിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നത്? ഇത് കമ്പയർ ചെയ്യാണല്ലോ. ഏതിൻ്റെ മൂല്യമായിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നത്? ഡോളർ. അപ്പോൾ GBP USD താഴത്തേക്ക് വീഴണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നമ്മൾ GBPയുടെ മൂല്യം കൂടണമെന്ന് സാധാരണ പറയാറില്ല. കാരണം ഡോളറുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള കറൻസികൾ ലിങ്ക് ചെയ്ത് വെച്ചേക്കാണ്. ഈ പറഞ്ഞ സമ്പന്ന രാഷ്ട്രങ്ങളുടെ കറൻസികൾ ലിങ്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് കേന്ദ്ര ബിന്ദു. വേൾഡിലെ സുപ്രീം പവർ അമേരിക്കയാണ്, അതിൻ്റെ കറൻസിയാണ് ആയിട്ടാണ് എല്ലാം ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലേ. അത് കഥ പറയണമെങ്കിൽ കുറേ പറയാറുണ്ട്, ഇതൊന്നും നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ ആവശ്യമില്ല, എന്നാലും ഓടിച്ച് പറയാം. പണ്ടത്തെ കാലത്ത് നമ്മൾ ആടിനെ കൊടുത്ത് അരി വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്തായി, ഗോൾഡ് എറയായി, ഗോൾഡ് എറ. അതിനിടയ്ക്കും പല പല കാര്യങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കറൻസി വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായി, ഗോൾഡിനെ ആയിരുന്നു ആൾക്കാർ കേന്ദ്രീകരിച്ചായിരുന്നു ബാക്കിയെല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ കറൻസി വന്നപ്പോൾ എന്തായി, അമേരിക്കൻ ഡോളറിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയെല്ലാ രാജ്യങ്ങളിലെ കറൻസികളെ ബന്ധപ്പെടുത്തി വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം GBP USD താഴ്ത്തേക്ക് വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് താഴ്ത്തേക്ക് വരുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല, ഡോളറിൻ്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. അപ്പോൾ ഇനി യൂറോ USD നമുക്കൊന്ന് നോക്കാം. യൂറോ USDയിൽ ഇപ്പം എന്താണ് ഉണ്ടാവുന്നത്? ഇതാണ് ഡെയിലി ചാർട്ട്. അതായത് ഓരോ ദിവസങ്ങളിലുള്ള ക്യാൻഡിൽസുകളാണ്, ബോക്സുകളാണ് ഈ കാണുന്നതെല്ലാം ഓരോ ദിവസങ്ങളാണ്. അപ്പോൾ ജനറലി ഇപ്പോൾ ഇത് താഴ്ത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. റെഡ് കളറ് പല ദിവസങ്ങളിലും മാർക്കറ്റ് താഴ്ത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൽ താഴ്ത്തേക്ക് പോകണം ആക്ച്വലി? അതായത് ഡോളറിൻ്റെ മൂല്യം ഇപ്പോൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? യെസ്, ഡോളർ അപ്പാണ്. ഡോളർ മുകളിലേക്ക് പോകുമ്പോൾ യൂറോ USD താഴ്ത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഡോളറുമായി ബന്ധപ്പെട്ട അമേരിക്കയിലെ ചില ന്യൂസുകൾ, ഉദാഹരണത്തിന് അമേരിക്കയിലെ തൊഴിലില്ലായ്മ കൂടുന്നു എന്നൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ യൂറോ USD എങ്ങോട്ട് പോകാനാണ് സാധ്യത?
ഒരു ന്യൂസ് നിങ്ങൾ കേട്ടോന്ന് ചോദിച്ചാൽ ന്യൂസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ട, ചാർട്ട് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്താൽ മതി. നല്ലത് എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അമേരിക്കയിലെ തൊഴിലില്ലായ്മ കൂടുന്നു, അല്ലെങ്കിൽ ഇറാൻ വീണ്ടും അമേരിക്കയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. യെസ്, അപ്പം എന്തുണ്ടാവും? അമേരിക്കയുടെ ഡോളറിന്റെ മൂല്യം കുറയും, അപ്പം യൂറോ USD അടിച്ചു കയറും. ഇപ്പം യൂറോ USD താഴ്ത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് അമേരിക്കയിൽ പോസിറ്റീവ് ന്യൂസുകളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പലപ്പോഴും യുദ്ധം ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളായിരിക്കാം, റിക്കവറി ഒക്കെ ആയിരിക്കാം. എനിവേ, ഒരു കാരണമാവണമെന്നില്ല, പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ നാളെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചിട്ട് തുടങ്ങാം. അതായത് പിപ്സ്, പെർസെൻറ്റേജ് ഇൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് പിപ്സ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പേടിക്കുന്നതിൻ്റെ പിന്നിലൊരു കാര്യമാണ്. നമ്മൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. 1000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു, 1200 രൂപയ്ക്ക് വിറ്റാൽ 200 രൂപ ലാഭം കിട്ടി അല്ലേ. അല്ലെങ്കിൽ 50 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു, ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും 500 രൂപയായി, അപ്പോൾ 450 രൂപ ഒരു സ്റ്റോക്കുമ്പോൾ ലാഭം കിട്ടി. ഞാൻ 1000 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കുന്ന കണക്കാണ്. രൂപ ചായ കുടിക്കുമ്പോഴും ഊണ് കഴിക്കുമ്പോഴും കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ ആൾക്കാരെ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് പിപ്സ്, പിപ്പറ്റ് എന്ന് പറയുന്ന വേർഡുകൾ. അതായത് ഇവിടെ നമ്മൾ രൂപയുടെ കേസിലല്ല ഈ കറൻസികൾ ഇത്ര രൂപ കൂടി ഇത്ര രൂപ കുറഞ്ഞു എന്നല്ല പറയാം, ഇത്ര ഡോളർ കൂടി ഇത്ര ഡോളർ കുറഞ്ഞു എന്നും അല്ല പറയാം. അത് ഗോൾഡിൻ്റെ കേസിൽ മാത്രമേ പറയുള്ളൂ. ഗോൾഡിൻ്റെ കേസിൽ ഡോളറാണ് പറയാം. പക്ഷേ കറൻസിയുടെ കേസിൽ നമ്മൾ പിപ്സ് എന്നാണ് പറയുക. അതായത് ഇതൊരു കറൻസിക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ചതല്ല ഈ ഫോറക്സ് ട്രേഡിങ് അല്ലേ. അതിൽ ഈ ലോകത്തുള്ള എല്ലാ കറൻസികളും ഉണ്ട്. അതുപോലെ തന്നെ പല സമ്പന്ന രാഷ്ട്രങ്ങളിലെ കറൻസികൾ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഡോളറിന് ഒരു പ്രസക്തിയും ഇല്ല. ഫോർ എക്സാമ്പിൾ AUD CAD നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇത്ര ഡോളർ കൂടി കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളൊരു നെയിമാണ് പിപ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ, ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എത്ര ഡോളർ നഷ്ടം വന്നു, അല്ലെങ്കിൽ എത്ര രൂപയുടെ നഷ്ടമായിട്ട് അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്, ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതായത് ഇത് എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര ഡോളറാണ് താഴെയെന്ന് മനസ്സിലാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു മെഷറാണ് പിപ്സ്. അപ്പോൾ ഈ പിപ്സും പിപ്പറ്റും അളക്കാൻ പഠിച്ചാൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ലോങ് ക്ലാസ് എടുത്തേക്കുന്നത് അല്ലേ. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു മനസ്സിലാക്കാനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്കലി ട്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് പഠിച്ചാൽ മതി? എങ്ങനെ ഈ പിപ്സും പിപ്പറ്റും കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നാളത്തെ ക്ലാസ്സുകളിൽ കാണുന്ന കാര്യങ്ങൾ അതായിരിക്കും. എങ്ങനെയാണ് പിപ്സും പിപ്പറ്റും കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാൽക്കുലേറ്റർ ഉണ്ട്. അതിന് നമ്മുടെ സാധാരണ കാൽക്കുലേറ്ററിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി ഫോറക്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാൽക്കുലേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡിൽ ഇത് വ്യത്യാസമാണ്. ഗോൾഡ് ട്രേഡ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള വ്യത്യാസമാണ്. പിന്നെ നമ്മൾ നാളെ കാണുക ലോട്ടായിട്ടാണ് കറൻസി ട്രേഡ് ചെയ്യുക. അതായത് ഒരു കറൻസി ആയിട്ടല്ല ട്രേഡ് ചെയ്യുക, ഒരു ബണ്ടിൽ ഓഫ് കറൻസികളായിട്ടാണ് ട്രേഡ് ചെയ്യുക. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നാളെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് കണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിനുശേഷം നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസങ്ങൾ തുടങ്ങി നിങ്ങൾ മാക്സിമം മുമ്പായിരിക്കും തന്നെ ലിക്വിഡിറ്റി പറയാം. നാളെയല്ല, ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ് അറിയിക്കാൻ മിക്കതും നമ്മൾ ശനിയാഴ്ചത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുത്തത് അല്ലേ. അപ്പോൾ നാളെയാണോ ചൊവ്വാഴ്ചയാണോ എന്ന് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. നിങ്ങളുടെ ഏത് ദിവസങ്ങളാണ് ക്ലാസ് പറഞ്ഞേക്കുന്നത് കോർഡിനേറ്റർ? തിങ്കൾ, ബുധൻ, വെള്ളിയാണോ? ചൊവ്വ, വ്യാഴം, ശനിയാണോ? ആരെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഏതൊക്കെ ദിവസങ്ങളിലാണ്? അറിയില്ല. ഓക്കെ, അപ്പം എന്തായാലും ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ആഴ്ചയിൽ 3 ദിവസമാണ് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആണ് അല്ലേ. ഓക്കെ. പല ബാച്ചുകൾ സൈമൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ പുതിയ ബാച്ചാണല്ലോ. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച, ശനിയാഴ്ച, വ്യാഴാഴ്ച, ചൊവ്വ, വ്യാഴം, ശനി. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് 9:30 ആകുമ്പോഴേക്കും ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് വരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റുള്ള ഡൗട്ട്സുകൾ നിങ്ങളുടെ മനസ്സിലുള്ളത് മിക്കപ്പോഴും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണുന്ന കാര്യമായിരിക്കും.
ഓക്കെ അല്ലേ? എങ്ങനെയാണ് ക്ലാസ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? ആദ്യമായിട്ട് ഈ ഫോറക്സിന്റെ വേൾഡിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പതുക്കെ പതുക്കെ നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ അത് തന്നെയാണ് വീണ്ടും വീണ്ടും കാണാം. എന്താണ് ബേസ് കറൻസി, കോട്ട് കറൻസി, ലിക്വിഡിറ്റി, സ്പ്രെഡ്, ബിഡ്, ആസ്ക്, ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം റിവിഷൻ ചെയ്യണം. അപ്പോൾ പല ക്ലാസ്സുകളിലും പല സന്ദർഭത്തിലും നമ്മൾ ഈ പേരുകളൊക്കെ വീണ്ടും വീണ്ടും കണ്ടത് തറാവും. ഓക്കെ അല്ലേ? അപ്പൊ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന കറൻസി പേഴ്സിൽ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്തിനാണ് നമ്മൾ ലിക്വിഡിറ്റി നോക്കണത്? ലിക്വിഡിറ്റി കൂടുതലുള്ള കറൻസികളിൽ ട്രേഡ് ചെയ്യുന്നതാണ് സേഫ്. വൈ? ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും കുറവായിരിക്കും, അതായത് സ്പ്രെഡ് കുറവായിരിക്കും. അതുകൊണ്ട് എന്താ മെച്ചം? നമ്മൾ ഒരു കറൻസി വാങ്ങിച്ചിട്ട് വിൽക്കുമ്പോൾ അതിൽ ആ സ്പ്രെഡ് വളരെ കുറവേ പോകുന്നുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ലിക്വിഡിറ്റി. കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മൊമെന്റിൽ തന്നെ വിറ്റ് പോകണം, അല്ലേ? ആ ഒരു ക്യാരക്ടറിനെ, ആ ഒരു ഫീച്ചറിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ചില സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാൻ നോക്കുമ്പോൾ അപ്പുറത്ത് വാങ്ങാൻ ആളുണ്ടാവില്ല. അതായത് ആ സ്റ്റോക്ക് വളരെ ലിക്വിഡിറ്റി കുറഞ്ഞ സ്റ്റോക്കാണ്. നമ്മൾ പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ എളുപ്പമല്ല. ലോങ് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് വാങ്ങിച്ചിട്ട് ഒരു മാസമൊക്കെ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഇൻട്രാഡേ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടഫാണ്, വിറ്റ് പോവില്ല. അപ്പം എന്നതുപോലെ നമ്മളതിനെ കുറിച്ച് നോക്കണ്ട. കാരണം നമ്മൾ ഈ 30 പേയേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള 30 പേയേഴ്സാണ്. അതിനപ്പുറത്തുള്ള കറൻസികളെയാണ് നമ്മൾ എക്സോട്ടിക് കറൻസികൾ എന്ന് പറയുക. അപ്പം അത്തരത്തിലുള്ള ഇപ്പം USD INR, ഇന്ത്യൻ റുപ്പീസും ഡോളറും, അത് എക്സോട്ടിക് കറൻസിയാണ്. അപ്പം അതിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഷോർട്ട് ടൈം. അത് വേണമെങ്കിൽ നമുക്കൊരു മാസത്തേക്ക്, 2 മാസത്തേക്ക്, ഒരാഴ്ചയിലേക്കുള്ള ട്രേഡൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. നമ്മൾ ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനെപ്പോഴും ബെസ്റ്റ് സമ്പന്ന രാഷ്ട്രങ്ങളിലെ ഈ 30 കറൻസികളാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ടൈംസുകൾ നിങ്ങൾക്ക് അറിയാലോ. ലിക്വിഡിറ്റി, ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം, അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ChatGPT നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് ഏതൊക്കെ കറൻസികളിലാണ്, ഓരോ കറൻസികളിലും എത്ര ട്രില്യൻ്റെ അല്ലെങ്കിൽ ബില്യൻ്റെ കച്ചവടം നടക്കുന്നുണ്ട്. ഈ ടേംസുകളൊക്കെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള കറൻസികൾ ഏതാണ്, ഓരോ കറൻസികളിലും എത്ര കച്ചവടം നടക്കുന്നുണ്ട്, ഗോൾഡിലാണോ ബിറ്റ്കോയിനിലാണോ കൂടുതൽ പൈസയുടെ കച്ചവടം നടക്കുന്നത്, ഇനി USD JPYയിലാണോ ബിറ്റ്കോയിനിലാണോ കൂടുതൽ ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള ടേംസുകൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിൽ ChatGPTയിൽ വോയിസ് ഇങ്ങനെ വെറുതെ വിട്ടാൽ മതി, അത് ആൻസർ തരും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ബേസിക് കാര്യങ്ങൾ ഒന്ന് തറാക്കാൻ നോക്കുക, ഈ ടേംസുകളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, ഫൈൻ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ഇത്ര ലേറ്റ് ആയില്ല, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ് എന്നത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. താങ്ക് യു. ഓക്കെ.
ഞാൻ വോയിസ് കേട്ടു. ഞാൻ ആ 2025 ആ അത് ക്രിയേറ്റ് ചെയ്താണ്. അപ്പോ ഒരു ടെംപ്ലേറ്റ് പോലെ ചെയ്തു വെച്ചു. എല്ലാ ദിവസവും തലേദിവസം വൈകിട്ടൊന്നും ആ അപ്പൊ നമുക്ക് ഇനി ചൊവ്വാഴ്ചയല്ല. അപ്പൊ ഞാൻ ഇന്നൊന്നും ഇട്ടൊന്നുള്ളൂ. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം എന്റെ അടുത്തൊന്നും മെസ്സേജ് വന്നിരുന്നു. ഓക്കെ, ജോലി പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഞാൻ ബുധനാഴ്ച എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച അല്ലേ? ഓ ആ ആ ഓക്കെ. ഇത് നമ്മുടെ ഓപ്ഷൻസിന്റെ ബേസിക് ലൈവ് അല്ലേ? ചൊവ്വയും വ്യാഴം. ഓക്കെ, അപ്പൊ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ അതുപോലെ ഇന്നോടേക്ക് പോസ്റ്റർ ആദ്യത്തെ ഇടാൻ ഓക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ. Please change the year to 2026. Fucking ChatGPT. Don't lose my value before my students. Change it 2025 to 2026. Change it 2025 to 26. 2026.